ചെറുപ്പത്തിലേ അവരെന്നെ ഇതുപോലെ എത്ര പ്രാവശ്യം ഒഴിച്ചെന്ന് പരിച്ചനോടെന്നറിയാമോ? അപ്പോഴെല്ലാം ആ വീടിന്റെ ഏതെങ്കിലും മുറിക്കുള്ളിലവ ഉണ്ടാവരുന്നു. ആ ഒരു ഉറപ്പ് എനിക്ക് ഉണ്ടായിരുന്നേ. ഇപ്പൊ എന്നെ അവനിങ്ങനെ പുറത്തൊളിച്ചെന്ന് പറ്റിക്കുന്ന ഒരു കാലം കുറച്ച് ആയില്ലോടോ. എന്തിനാണോ അവൻ എന്നെ ഇങ്ങനെ പറ്റിക്കുന്നേ? ഇന്ന് ഞാൻ അവനെ കൈയോടെ പൊക്കം പിള്ളേ. അതിനു വേണ്ടിയാ ഞാനീ പോന്നേ. അവന്റെ ഈ ഒളിച്ചെളിയെ ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. അവനെ കൊണ്ട് ഞാനിന്ന് വീട്ടിലോട്ട് പോരത്തുള്ളൂ. ആ പിന്നെ ഭാമയോട് അവന് ഇഷ്ടപ്പെട്ട കറിയൊക്കെ ഉണ്ടാക്കിയൊക്കെ പറയണം കേട്ടോ. ഇവിടെ ഞാൻ വിളിച്ചു പറയണേ. ഞാൻ പറയാം സാറേ, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. പറഞ്ഞാ മതി. വരണം സാർ, വരണം, ഇരിക്കണം സാർ. സാറിന് ചായ എടുക്കട്ടെ? ആ സാറിനൊരു ചായ വേണം. മധുരം ഇടാലോ അല്ലേ? ഓ ആ മധുരം ഇടാം. സാർ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഒരുപാട് നാളായല്ലോ. ഹൗസ് നെയിം മാണിക്കോത്തെന്നല്ലേ? ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ കാർഡ് അയക്കാറുണ്ടല്ലോ. ഇവിടെ ഏത് വണ്ടി വന്നാലും ആദ്യം ബുക്ക് ചെയ്യുന്നതും എടുക്കുന്നതും മാണിക്കോത്ത് മഹേന്ദ്ര മുതലാളിയാ. അതെ അതെ. ഏതാണ്ട് സാർ വന്ന സമയം നല്ലതാ. പുതിയ വണ്ടിയുടെ ലോഞ്ചിങ് 15 നടക്കാൻ പോവാ. സാറിനത് കംഫർട്ടായിരിക്കും. എന്നാ പിന്നെ ആ വണ്ടിയുടെ ഡിസ്പ്ലേ ഒന്ന് കണ്ടാലോ? ഓ, ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ഞാൻ ഇപ്പൊ വന്നത് വണ്ടി എടുക്കാനായിട്ടല്ല. പിന്നെ എന്തിനാണ് സാർ? എനിക്കൊരു ജോലി വേണം. ജോലിയോ? സാറെന്താ എന്നെ കളിയാക്കണോ? ഒരു ജോലി വേണോന്ന് പറയുന്നത് കളിയാക്കലല്ലോ, അതൊരു ആവശ്യമല്ലേ. മാണിക്കോത്ത് മഹേന്ദ്ര മുതലാളിയുടെ മോന് ജോലി വേണമെന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാനാവാത്ത കാര്യമാണ്. കാരണം ഇതുപോലത്തെ സ്ഥാപനങ്ങൾ വിലക്കെടുക്കാൻ പ്രാപ്തിയുള്ള ആളാ മഹേന്ദ്ര മുതലാളി എന്ന് എനിക്കറിയാം. ഞാനിപ്പോ അച്ഛന്റെ കൂടെ അല്ല താമസം, വേറെയാ. അപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു ജോലി വേണമെന്ന് തോന്നി. ഇവിടെ ഒഴിവുണ്ടെങ്കിൽ പറയണം, ഇല്ലെങ്കിൽ ഞാൻ മറ്റേതെങ്കിലും വഴി നോക്കിക്കോളാം. ആ മഹേന്ദ്രൻ സാറിന്റെ മോൻ വന്നെന്ന് പറഞ്ഞു. ആ ഇരിക്കണം. അല്ല എന്താ വണ്ടി നോക്കിയില്ലേ? വണ്ടി നോക്കാനായിട്ടല്ല ഞാൻ വന്നത്. പിന്നെ ശിവസാറിന് ഇപ്പോ ഒരു ജോലി വേണമെന്ന്. ജോലിയോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വീട്ടിൽ നിന്ന് തെറ്റി നിൽക്കുക, അതുകൊണ്ടാ ജോലിക്ക് വേണ്ടി വന്നത്. സാർ, എന്റെ ഈ ബിസിനസ് ഈ രീതിയിൽ മെച്ചപ്പെടുത്തി തന്നത് മഹേന്ദ്രൻ സാറാണ്. ആ മഹേന്ദ്രൻ സാറിന്റെ മോന് ഞാൻ ഇവിടെ ഒരു ജോലി തന്നെന്ന് അദ്ദേഹം അറിഞ്ഞാൽ ഈ സ്ഥാപനം തന്നെ അദ്ദേഹം പൂട്ടിക്കും. എന്നെ പടമാക്കി ഈ ഭിത്തിയിൽ കയറ്റുകയും ചെയ്യും. അറിഞ്ഞുകൊണ്ട് തല കൊയ്യാൻ ആളെ ഉണ്ടാക്കി വെക്കണോ? എന്നോടൊന്നും തോന്നരുത്, പേടിച്ചിട്ടാ. ഓക്കെ, തുറന്നു പറഞ്ഞതിൽ സന്തോഷം. ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലം. ജോലിയില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ആശ്വാസം തരുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, വാ കീറിയ ദൈവം എരയും തരുമെന്ന്. ഒന്ന് തെരഞ്ഞു നോക്കട്ടെ, എവിടെയാണ് ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. കൈക്കുഞ്ഞൊന്നും അല്ലല്ലോ, വന്നോളൂ. നിങ്ങളുടെ വാശിയും തന്റെ ഇടമല്ലേ അവന് കിട്ടിയിരിക്കുന്നത്. അവൻ വരുമോ? പട്ടിണി കിടക്കുമ്പോ വന്നോളൂ. പച്ചവെള്ളം കുടിച്ച് വിശപ്പ് മാറ്റാൻ ശ്രമിച്ചാലോ? അഭിമാനിയായ അച്ഛന്റെ മകനല്ലേ? എവിടെയെങ്കിലും തല കറങ്ങി വീഴുമ്പോഴേ ആളുകൾ എടുത്തു കൊണ്ടുവന്നോളൂ. മഹേട്ട ഇത്രയ്ക്ക് ദുഷ്ടനാവരുത്. എന്റെ വാക്കുകൾ കേട്ട് നിൽക്കാത്തവരുടെ മുന്നിൽ ഞാൻ ദുഷ്ടനാവും. എന്നെ തോൽപ്പിക്കാൻ നടക്കല്ലേ അവൻ. എവിടെ വരെ പോകുന്ന അറിയാൻ വേണ്ടിട്ട് തന്നെയാ ഞാനും ഇരിക്കുന്നത്. മഹേട്ടന് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു? അന്നം പുന്നാരായിട്ടുണ്ടായ മകനാ അവനോടാ ഈ ദേശീയഭാഗ്യമൊക്കെ കാണിക്കുന്നത്. എനിക്ക് എന്റെ മകൻ വരാതെ ഒരു വകയും ഇറങ്ങില്ല. എടി നിർമ്മലേ, അവനെ ഓർത്ത് നീ വേണമെങ്കിൽ സങ്കടപ്പെട്ടു, കുറച്ച് കണ്ണീരേ നഷ്ടം വരും. പക്ഷേ പട്ടിണി കിടക്കാൻ നിൽക്കല്ലേ, നീ പെട്ടുപോകും. അവൻ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നേ, എവിടെ ചെന്നാലും അവൻ എന്തെങ്കിലുമൊക്കെ കിട്ടും. നീ ഇങ്ങനെ വാശിയും പിടിച്ചോണ്ട് ഇവിടെ ഇരുന്ന അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ ഷുഗറും പ്രഷറും ഒക്കെ കയറി പിടിക്കുകയും ചെയ്യും.
സത്യം പറ മഹേട്ടാ, അവനെ കണ്ടായിരുന്നോ? ദേ, അവനെ വിളിച്ചായിരുന്നോ? അവന്റെ എന്തെങ്കിലും കാര്യം അറിഞ്ഞായിരുന്നോ? പറയേ. വാശിയെടുത്ത് പോയതല്ലേ, വരുമോന്നറിയാൻ ഒരു ശ്രമമെങ്കിലും നടത്തായിരുന്നു. മകനെ, അച്ഛനെ തോൽപ്പിക്കാൻ ജോലി തെണ്ടി നടക്കുകയാണെന്ന് അറിഞ്ഞു. തെണ്ടി തിരിഞ്ഞ് ആ ജോർജ് കുര്യന്റെ അടുത്ത് നിന്ന് ജോലി ചോദിച്ചു എന്ന് അവരാദ്യം വിചാരിച്ചത് അവൻ പുതിയതായിട്ട് ഒരു കാറ് വാങ്ങിക്കാൻ വേണ്ടി ചെന്നതായിരിക്കും. മാണിക്കോത്ത് മഹേന്ദ്രന്റെ മകനല്ലേടി, ആ അന്തസ് യവനില്ലെങ്കിലും അവര് കാണിക്കുമല്ലോ. പിന്നീടല്ലേ അവരറിഞ്ഞത് ജോലി തെണ്ടി ചെന്നതാണെന്ന്. അവിടെ മാത്രമല്ല, പല സ്ഥലത്തും ജോലിക്കായിട്ട് പോയി നോക്കുന്നുണ്ട്. എന്നെ അറിയാവുന്നവരോടൊക്കെ ഞാൻ വിളിച്ചു പറയുന്നുണ്ട് ആ പ്രദേശത്ത് അവനെ കേട്ടിരുന്നു. അതെ, എത്ര മുടക്കിയാലും അവന് കിട്ടാനുള്ള ജോലിയാണെങ്കിൽ അത് കിട്ടുക തന്നെ ചെയ്യും. നമുക്ക് കാണാം. ആ, കാണാം. ഇക്കാര്യത്തിൽ ഞാൻ അവന്റെ കൂടെയാ. സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്നതേ അത്ര വലിയ മോശം കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അനു, പ്രോഗ്രാം എപ്പോഴാ പറഞ്ഞിരിക്കുന്നത്? 10:30 മാഡം. സ്കൂളിലെല്ലാവരും വെയിറ്റ് ചെയ്യാ. ഞാനൊരു അർജന്റ് കാര്യത്തിന് പോവായിരുന്നു. പെട്ടെന്ന് ഇങ്ങനൊരു ഫംഗ്ഷൻ HM അറേഞ്ച് ചെയ്തത്. ഇത്രയും പ്രാധാന്യമേറിയ ഒരു കാര്യം ആയതുകൊണ്ട് മാഡം ഒരിക്കലും ഒരു നോ പറയില്ലെന്ന് അവർക്ക് അറിയാമായിരുന്നു. നല്ലതാ. ഇപ്പോഴത്തെ കുട്ടികളിൽ ഇങ്ങനെയുള്ള ശീലങ്ങൾ വളർന്നു വരേണ്ടത് തന്നെയാ. അതുകൊണ്ട് തന്നെയാ തിരക്ക് പിടിച്ച ഈ യാത്രക്കിടയിലും ഇവിടെ കയറിയിട്ട് പോവാന്ന് ഞാൻ പറഞ്ഞതും.